അഡ്വക്കേറ്റ് ജയസൂര്യൻ, എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു സാധാരണ ഏറ്റുമുട്ടൽ എന്ന് പ്രതീക്ഷിച്ച ഇടത്ത് നിന്ന് ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് തോന്നുന്നില്ലേ? ബി ജെ പിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ശ്രീ ഫാറൂഖ് പറഞ്ഞു നിർത്തിയത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വികസനം ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് ബി ജെ പി എല്ലാ കാലത്തും പറയുന്നത് അതാണ്. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വികസനം എന്നുള്ളത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാറില്ല. സെൻസേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കൊണ്ടുവരിക, ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ടുപോവുക, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതിന്റെ ആ ഒരു അവഹേളത, അതായത് ആ ഒരു അപഹാസ്യത മറച്ചുവെക്കുക, ഇതൊക്കെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ ബി ജെ പി ആവശ്യപ്പെടുന്നത് നമ്മുടെ വികസനം ചർച്ച ചെയ്യപ്പെടണം. നിലമ്പൂർ മണ്ഡലത്തിലും അതുപോലെ കേരളത്തില് ആകമാനവും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ, ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഈ ഭരണത്തെ അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം നമുക്കറിയാം, കാർഷിക പ്രധാനമായിട്ടുള്ള മണ്ഡലമാണ്, മലയോര മേഖലയാണ്, വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുള്ള പ്രദേശമാണ്. അപ്പോൾ അതൊക്കെ തന്നെ സജീവമായ ചർച്ചാ വിഷയമാവുക തന്നെ ചെയ്യും. വന്യമൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് കേരളത്തിൽ തന്നെ വന്ന് വയനാട്ടില് അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ യാതൊരു മടിയും ആരും വിചാരിക്കേണ്ടതില്ല. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ 1000 രൂപയും മറവ് ചെയ്യാൻ 2000 രൂപയും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വഹിക്കാം, അവര് ചെയ്യണം, അതിന് നിയമമുണ്ട്. കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു ശല്യമുണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമപരമായി പ്രശ്നമില്ല. ഹൈക്കോടതി പറഞ്ഞു DFOയ്ക്ക് ഇതിനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള അധികാരമുണ്ട്, നിയമം അവിടെയുണ്ട്. എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, പല വിഷയങ്ങളിൽ ഒരെണ്ണമാണിത്. അതുപോലെ കേരളത്തിന്റെ വനം വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെന്റ് 78 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. അത് ചെലവാക്കുന്നില്ല. അതിൽ പലപ്പോഴും ലാപ്സാക്കുന്നു, പലപ്പോഴും 1-2 ജീപ്പ് മേടിച്ച് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവിടെ. വനത്തിനുള്ളിൽ കുടിവെള്ളവും ഭക്ഷണവും കൊടുത്താൽ വന്യമൃഗങ്ങൾ വനമിറങ്ങി നാട്ടിലേക്ക് വരില്ല. ഫെൻസിങ് കൊടുക്കാനും ഇലക്ട്രിക് വേലി കൊടുക്കാനും അതുപോലെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങളും ക്യാമറകളും ഏർപ്പെടുത്താനും കിടങ്ങ് കുഴിക്കാനും എന്ത് കാര്യത്തിന് വേണ്ടിയുമുള്ള ഫണ്ടുണ്ട്. 5 കൊല്ലക്കാലം കൂടുമ്പോൾ 600 കോടി രൂപയുടെ ഫണ്ടുണ്ട്. ഇതെല്ലാം ലാപ്സാക്കിയ ഒരു സംസ്ഥാന ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ഇപ്പൊ ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നതാണല്ലോ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമനിർമ്മാണത്തിലേക്ക് പോകും. ഈ വന്യമൃഗങ്ങളെ, അതായത് ജനജീവിതത്തിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിയമനിർമ്മാണം, അതാണല്ലോ ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്. അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നറിയില്ല. അല്ല, നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ നിലവിലുള്ള നിയമം ഒന്ന് ഉപയോഗിച്ചാൽ മതിയല്ലോ. നിലവിലുള്ള നിയമം ഉപയോഗിക്കുന്നില്ല, നിലവിൽ കിട്ടിയിരിക്കുന്ന ഫണ്ട് ലാപ്സാക്കുക അല്ലാതെ അതെടുത്ത് ഉപയോഗിക്കുന്നില്ല. യാതൊരു തരത്തിലും മനുഷ്യന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല, മൃഗങ്ങളുടെ ഭാഗത്താണ് ഭരണകൂടം നിൽക്കുന്നത്, സംസ്ഥാന ഗവൺമെന്റ് നിൽക്കുന്നത്. അപ്പൊ നിയമനിർമ്മാണത്തിന് പോകുമെന്നൊക്കെ പറയുന്നത് കണ്ണിൽ പൊടിയിടലാണ്. ഏത് കാര്യം വരുമ്പോഴും അങ്ങനെയാണല്ലോ. മുനമ്പം കാര്യം വന്നപ്പോഴും കമ്മീഷനെ വെക്കും, നിയമപരമായി പോകും എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ നിയമം എടുത്ത് കാണിച്ച് നിയമത്തിന്റെ തോലാമാലകളിലൂടെ ജനശ്രദ്ധ തിരിച്ചു വിടുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സ്ഥിരം പരിപാടി മാത്രം അതല്ലല്ലോ വേണ്ടത്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ റബ്ബറിന് 250 രൂപ കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ അച്ചടിച്ച ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. റബ്ബറിന് കാര്യമായിട്ട് സ്വാധീനമുള്ള മേഖലയാണ് നിലമ്പൂർ മണ്ഡലം. അവിടെ എന്ത് മറുപടി ഇടതുപക്ഷം പറയും? അത് ജനങ്ങൾ കാര്യമായി ചോദ്യം ചെയ്യാനിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ കാർഷിക മേഖലയിലെ പ്രഖ്യാപിക്കപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇന്ന് വരെ നടപ്പാക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, കൃഷിഭവനുകളിൽ നിന്നെല്ലാം ധാരാളം കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉടനെ വരണം, രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടില്ല, കിസാൻ സമ്മാൻ നിധി മുടങ്ങും എന്ന് പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. 8 വർഷം മുമ്പ് കിസാൻ സമ്മാൻ നിധി നടപ്പാക്കിയ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതാണ് സംസ്ഥാന ഗവൺമെന്റുകളോട് എല്ലാം ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? റവന്യൂ ഭൂമിയുടെയും കൃഷിഭൂമിയുടെയും കൃത്യമായ കണക്ക്, കാർഷിക വിളകളുടെ കൃത്യമായ കണക്ക്, അതിനൊരു പോർട്ടൽ ഉണ്ടാക്കി അതിൽ അപ്ലോഡ് ചെയ്യണം, അത് കേന്ദ്ര ഗവൺമെന്റ് പോർട്ടലിലും കൊടുക്കണം. അപ്പോൾ ഇത് കേരളമാണ്, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ കേന്ദ്ര നിയമത്തിനെതിരാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ബാക്കി 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളും ഈ കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടും കേരളം അംഗീകരിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ എന്താ? ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു നയാ പൈസ കിട്ടില്ല, അംഗീകരിച്ചേ പറ്റൂ എന്ന് വന്നപ്പോൾ ഇപ്പോൾ കർഷകരെ ഇട്ട് നെട്ടോട്ടം ഓടിക്കുകയാണ്.
ആദ്യം കതിർ ആപ്പിൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു, ഇപ്പൊ അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു, ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു. മനുഷ്യനാകെ ആശങ്കയിലാണ്. കിട്ടിക്കൊണ്ടിരുന്ന പൈസ കിട്ടാതിരിക്കാനുള്ള നടപടികളാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിശിതമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇതെന്ന് ഞങ്ങൾ കരുതുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു? ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇവര് ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികളാണ്, ഒക്കെ ചെങ്ങായിമാരാണ്. ഇവർക്ക് അങ്ങനെ പരസ്പരം എതിർക്കാനൊന്നും പറ്റില്ല. അപ്പോ ആ ഒരു പരിമിതിക്കുള്ളിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന UDF-ന്റെ അവസ്ഥ. കാരണം ഇവര് പരസ്പരം സഹായിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരു മുന്നണിയാണ്. അപ്പോൾ കേരളത്തിന്റെ ഉള്ളില് ഈ നാടകങ്ങളൊക്കെ കളിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിക്കണം. കാരണം കേരളത്തിന് പുറത്ത് ജനങ്ങൾ ഇത് അനുഭവിക്കുന്നു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, വികസനങ്ങൾ എന്തുകൊണ്ട് കേരളത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? അതിന്റെ കാരണം UDF-ന്റെയും LDF-ന്റെയും ഈ കപട രാഷ്ട്രീയമാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? കേരളത്തിന് വികസനം മുരടിക്കുന്നു, ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇവിടെ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന പ്രശ്നമില്ല. അവരുടെ ഭൂരിപക്ഷം പോകുന്നില്ല, മുഖ്യമന്ത്രി താഴെ ഇറങ്ങേണ്ടി വരില്ല. അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് ശ്രീ PV അൻവർ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് PV അൻവറിന് എന്ത് നേട്ടമുണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. LDF-നോ UDF-നോ എന്ത് നേട്ടമുണ്ടാകും, എന്ത് കോട്ടമുണ്ടാകണം, അതും കണ്ടറിയണം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും നിലമ്പൂരിലെ വോട്ടർമാരും ചിന്തിക്കേണ്ട ഒരു കാര്യം വികസനം എന്നുള്ള പ്രധാനപ്പെട്ട അജണ്ടയാണ്. ശ്രീ ഫാറൂഖ് അത് ചൂണ്ടിക്കാണിച്ചു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വികസനം എന്ന് പറയുന്നത് ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് വെക്കാൻ UDF തയ്യാറായത് തീർച്ചയായിട്ടും നല്ല ഒരു ലക്ഷണമാണ്. ഞാൻ പറയുന്നത് ശ്രീ PV അൻവർ ഈ വികസനത്തെ കുറിച്ച് പറയട്ടെ. PV അൻവർ അവിടെ ഇത്രയും കാലം പക്ഷേ നിലമ്പൂരിന്റെ വികസനം ചർച്ച ചെയ്യുമ്പോൾ UDF അത് പ്രധാന വിഷയമാക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആര്യാടൻ മുഹമ്മദ് എനിക്ക് തോന്നുന്നു 9 ടേമാണെന്ന് തോന്നുന്നു നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. MP ഗംഗാധരൻ 2 ടേം പ്രതിനിധീകരിച്ചു അല്ലേ? അപ്പോൾ 11 ടേം UDF-ന്റെ പ്രതിനിധികളായിരുന്നു. എന്നിട്ടും ഇപ്പോഴും വികസനം ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം UDF-ന് കൂടി ആയിരിക്കില്ലേ? ഫാറൂഖാണ് അതിന് മറുപടി പറയേണ്ടത്. ഫാറൂഖ്. ഓക്കെ, ഞാൻ പറഞ്ഞത് വ്യക്തമായി പറയാം. 1987 മുതലാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ പ്രതിനിധീകരിക്കുന്ന MLA ആയത്. നിങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർക്കണം. ഈ മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളും എല്ലാ പഞ്ചായത്തുകളും ഒരു കാലത്ത് നമുക്ക് ചുറ്റി കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് വേറെ പ്രദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം എടുക്കുമായിരുന്നു. കാരണം ഇവിടെ ദ്വീപുകളായിട്ടായിരുന്നു, ഒരു കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഈ നിലമ്പൂർ മണ്ഡലം, ഞാൻ ഇപ്പോൾ നിലമ്പൂരിൻ്റെ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയാം, ആ മണ്ഡലത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞു 2 ദിവസം ചുറ്റിക്കാണേണ്ട ഒരു അവസ്ഥയിൽ നിന്നും 2 മണിക്കൂർ വേണ്ട ഈ 7 പഞ്ചായത്തും ഈ 7 പഞ്ചായത്തും ഈ ഒരു മുനിസിപ്പാലിറ്റിയും കാണാൻ. എന്ന് വെച്ചാൽ അത്രത്തോളം പാലങ്ങൾ, അത് ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയത് ഒരൊറ്റ പഞ്ചായത്തായിട്ട് മാത്രം ഈ നിലമ്പൂർ അസംബ്ലി ഉണ്ടായിരുന്നതാണ്. ഒരു വില്ലേജ്, അതിൽ നിന്ന് 8 വില്ലേജും 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമായിട്ട് മാറുന്നു. ഇവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ വികസനവും കരുതലുമായിരുന്നു. ആര്യാടൻ മുഹമ്മദിൻ്റെ വീടൊരു പ്രത്യേകതയാണ്. നിങ്ങളവിടെ വന്നിട്ടുണ്ടോ കണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഗേറ്റൊന്നും അടക്കാറില്ല. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരെയും അവരുടെ വീടുകളിൽ സ്വീകരിക്കുന്നു, ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു സ്ഥലമായി മാറുന്നു. ആർക്കും ആരുടെയും സങ്കടവും വേവലാതിയും പറയാൻ ഒരിടമുണ്ടായിരുന്നത് ശ്രീ ആര്യാടൻ്റെ വീടും ആര്യാടനുമായിരുന്നു. അങ്ങനെ ഈ നിലമ്പൂരിലെ ജനത സ്വീകരിച്ച ഒരു വലിയ മനുഷ്യനാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനോ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇടതുപക്ഷ സർക്കാരിനും അന്നത്തെ ഇപ്പോഴത്തെ MLA-ക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. KSRTC ബസ് ടെർമിനൽ നമുക്കവിടെ കാണാം. അവിടെ പണി ഏകദേശം ഒരു 60% പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഒരു ഗവൺമെൻറ് കോളേജ് ഇവിടെ കൊണ്ടുവന്നത് ശ്രീ ആര്യാടൻ മുഹമ്മദാണ്. ഇവിടെ ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരുന്നില്ല.
പക്ഷേ ആ ഗവൺമെൻറ് കോളേജ് കൊണ്ടുവന്നു, അവിടെ പിന്നെ പഠനം തുടങ്ങി. പക്ഷേ ഒരു ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു കോളേജിൻ്റെ ബിൽഡിംഗ് സ്ഥാപിക്കാൻ പിന്നീട് ഗവൺമെൻറ് മാറിയപ്പോൾ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇരിക്കുന്നത് നിലമ്പൂരിൻ്റെ ടൗണിലാണ്. ഇത് സൈഡിൽ വളരെ ഈ മെയിൻ ഹൈവേയുടെ സൈഡിൽ ടൗണിലാണ്. ഇവിടെ എപ്പോഴും ട്രാഫിക്കാണ്. അവിടെ ഒരു ബൈപ്പാസ് അതിനു വേണ്ടിയും മുന്നോട്ട് വന്നത് ശ്രീ ആര്യാടൻ. ഞാൻ നിലമ്പൂരിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ, നിലമ്പൂരിൻ്റെ വികസനം പറഞ്ഞപ്പോൾ ആര്യാടൻ മുഹമ്മദ് തുടങ്ങി വെച്ച, ഞാൻ പറഞ്ഞല്ലോ, ദ്വീപുകളായി കിടന്നിരുന്ന നിലമ്പൂരിനെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു, കണക്ടിവിറ്റി ഉണ്ടാക്കി, അവിടെ പാലങ്ങളെല്ലാം നിർമ്മിച്ച് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഈ കോൺഗ്രസ് ആര്യാടൻ മുഹമ്മദിന്റെ ജനകീയത അംഗീകരിക്കുന്നു. അതേസമയം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, 9 വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അൻവറിൻ്റെ സംഭാവനകളൊന്നും ഇല്ലാന്നാണോ? അങ്ങനെയാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അല്ല, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. PV അൻവർ തന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ എന്നെ ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി സമ്മതിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ഇവിടെ ഏതൊരു പ്രവൃത്തിയും ഏതൊരു വികസന കാര്യങ്ങളും പറയുമ്പോൾ എന്നെ എതിർക്കുന്നത് ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ശ്രീ അൻവറാ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ അത് അവിടെ കിടക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കണം. ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പൂർണ്ണമായി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ നേരത്തെ BJP-യുടെ പ്രതിനിധി ഇപ്പോൾ അദ്ദേഹത്തിന് INDIA എന്നുള്ളത് മൊത്തം വായിക്കാൻ അറിയുന്നില്ല. ഈ സ്പെല്ലിംഗ് കൂട്ടി വായിക്കാൻ അറിയില്ല എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ NDA മുന്നണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്ന അവസ്ഥ വന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ഞാൻ ചോദിക്കട്ടെ, 6 മാസത്തിലപ്പുറത്തേക്ക് ഒരു സ്ഥലത്ത് MLA ഉണ്ട് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമപ്രകാരം എന്തായാലും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം 6 മാസത്തിനകത്ത് എന്നുള്ളതുണ്ട്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കണം, അതല്ലേ രാഷ്ട്രീയ പാർട്ടികൾ. അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കണ്ടേ? ഇത് മത്സരിക്കണ്ടേ എന്നുള്ള തീരുമാനം എന്താണ് അത് വൈകിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഒരു ചില അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും ചില അവരുടെ കക്ഷികളോടൊക്കെ ഒരുമിച്ചിട്ടുള്ളൊരു മുന്നോട്ട് പോക്കിൻ്റെയും ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച AKG സെൻറ്ററിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് നിലമ്പൂരിലെ CJP-യുടെ സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നുണ്ടെങ്കിൽ അത് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളൂ, മഞ്ചേരിയിൽ നിന്നും വഴിക്കടവിൽ ബസ്സിൽ പോകുന്ന ഒരാളെ പിടിച്ച്, അല്ല ഞാൻ പറയുന്നു, ഒരു മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവിലേക്ക് പോകുന്ന ബസ്സിൽ പോകുന്ന ഒരാളോട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി, ഒരു ഡെമ്മി സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക്, ഇത് 100% CPM BJP-യുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി. ഇത് ഞാൻ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇതെല്ലാം ഇവിടെ കണ്ടതാണ്. ഞാൻ പാലക്കാട് വെച്ച് ഇതെല്ലാം കണ്ടതാണ്. പാലക്കാട് ബൈ ഇലക്ഷനിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് തൃശ്ശൂർ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൻസിൽ അവിടെയും നമ്മൾ കണ്ടതാണ്. പൂരം കലക്കുന്ന തരത്തിലേക്ക് ADGP-യും ദത്താത്ര ഒസാബല എന്ന് പറയുന്ന RSS നേതാവുമായുള്ള ഡിസ്കഷനൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഈ BJP-യുടെ പ്രതിനിധി പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുള്ള മറുപടി എനിക്കിതേ ഉള്ളൂ. നിങ്ങളാണ് ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിൽ ഈ നിലമ്പൂരിലൊക്കെ കാണുന്നതെന്ന് എനിക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്.